സ്വാഗത പ്രസംഗം എങ്ങനെ വളരെ ലളിതമായി ചുരുക്കി നിർവഹിക്കാം എന്നാണ് ഇന്നത്തെ പ്രസംഗത്തിലൂടെ നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് ഒരാൾക്ക് സ്വാഗത പ്രസംഗം നിർവഹിക്കേണ്ടി വരുമ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ സെക്രട്ടറിയായി, അപ്പോൾ സ്വാഗത പ്രസംഗം നിർവഹിക്കേണ്ടത് സെക്രട്ടറിയാണല്ലോ. അങ്ങനെ ഒരു രക്ഷയില്ല സ്വാഗതം പറയുകയല്ലാതെ. അത്തരം സാഹചര്യങ്ങളിൽ സ്വാഗത പ്രസംഗം നിർവഹിക്കേണ്ടി വരുമ്പോൾ, ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെ ചുരുക്കി വളരെ ലളിതമായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ എങ്ങനെ നിർവഹിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ അറിയുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്യുക. ആദ്യമായിട്ട് സ്വാഗത പ്രസംഗം നിർവഹിക്കുന്നവർ മാത്രം വീഡിയോ തുടർന്ന് കാണുക. സ്വാഗത പ്രസംഗം ഒരു പരിപാടിയിലെ ആദ്യ പ്രസംഗമാണ് സ്വാഗത പ്രസംഗം. അതുകൊണ്ട് തന്നെ പരിപാടി തുടങ്ങിയിട്ടില്ല, ആളെ ഗാങ്ങിങ്ങായി നിൽക്കുകയാണ്. സ്റ്റേജിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ആളുകൾ ഇരിക്കുന്നു. പല രീതിയിൽ ആളുകൾ തുടങ്ങിയാൽ സദസ്സിൽ വന്നിരിക്കാം എന്ന ഉദ്ദേശത്തോടെ നിൽക്കുന്നു. അപ്പോൾ അവരേക്കൊന്ന് ഉണർത്തണം, അവരോട് അഭ്യർത്ഥിക്കണം. തുടക്കം, പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. അങ്ങിങ്ങായി നിൽക്കുന്നവരൊക്കെ ദയവായി ഈ കസേരകളിൽ വന്നിരുന്നു കൊണ്ട്, ഇരിപ്പിടത്തിൽ വന്നിരുന്നു കൊണ്ട് ഈ പരിപാടി ധന്യമാക്കണം അല്ലെങ്കിൽ വിജയിപ്പിക്കണം എന്ന് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ആളുകളൊക്കെ അങ്ങനെ വന്നിരിക്കും. അപ്പോൾ ഒരു പരിപാടി സംഘടിപ്പിച്ചൊരു സംഘടനയുണ്ടാകും. നമ്മളിവിടെ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു മെഡിക്കൽ ക്യാമ്പാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മെഡിക്കൽ ക്യാമ്പോ മറ്റെന്തെങ്കിലും പരിപാടികളൊക്കെ ആക്കി മാറ്റാം. നമ്മളുടെ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ വിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സംഘടിപ്പിക്കുന്നത് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് വണ്ടൂർ. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ള മെഡിക്കൽ ക്യാമ്പിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാട്ടിൽ പകർച്ചവ്യാധി വന്ന് ആളുകൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആരാണ് പരിപാടി സംഘടിപ്പിക്കുന്ന സംഘടനയുടെ പേര് പറഞ്ഞു, എന്തിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും പറഞ്ഞു. നാട്ടിൽ പകർച്ചവ്യാധി പകർന്നു പിടിച്ചപ്പോൾ അതിൽ ജനങ്ങളൊന്ന് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനു മുമ്പും ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനോപകാരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ, അതൊക്കെ വൻ വിജയവുമായിരുന്നു. നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം അതിനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പലർക്കും പകർച്ചവ്യാധി ഉണ്ടായി. അപ്പോൾ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ അധികം പറയാനുള്ള ഒരു ഇതൊന്നുണ്ടാവില്ല. പുതിയ ആളാണെങ്കിൽ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും പറയാം. ഈ ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ചുള്ള പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ നാട്ടിലുള്ള ഈ പകർച്ചവ്യാധി ആവർത്തന വിരസത വരും. അതുകൊണ്ട് ഞാൻ ഇനി ആവർത്തിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ AP അനിൽകുമാർ അവർകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ അസംകുട്ടി അവർകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഹാർദമായി, ആദരപൂർവം, സന്തോഷം എന്നിത്യാദി വാചകങ്ങൾ ഉപയോഗിക്കുന്നതല്ല. ഇനി അതൊന്നുമില്ലെങ്കിൽ അതൊന്നും അപ്പോൾ ഫസ്റ്റിലെ ആളുകളാകുമ്പോൾ അതൊന്നും പറയുക പ്രയാസമാണ്. അപ്പം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് വണ്ടൂർ മെഡിക്കൽ ഓഫീസർ ശ്രീ വിജയൻ സാർ അവറുകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയിപ്പോൾ നമ്മൾ മറ്റ് വിശേഷണങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാലും മതി. പിന്നെ ആശംസാ പ്രസംഗീർ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടാവും. അപ്പം എല്ലാവരുടെയും പേര് പറഞ്ഞിട്ട് ഈ പരിപാടിയിൽ ആശംസാ പ്രസംഗം നിർവഹിക്കുന്ന ശ്രീ വിജയൻ, ശ്രീ ഷെരീഫ്, ശ്രീ
ബാബുരാജ് തുടങ്ങിയവരെയും ഈ പരിപാടിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ നന്ദി പ്രഭാഷണം നിർവഹിക്കുന്ന ഒരുമ ട്രസ്റ്റിൻ്റെ ട്രഷറർ ഷെരീഫ് എന്ന മാനുവിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്രയുമായ സ്വാഗത പ്രസംഗമായി ആരാണ്? അപ്പോൾ ഈ എന്താണ് ഈ സ്വാഗത പ്രസംഗം കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ചാൽ, ഈ പരിപാടി ആരാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്, എന്താണ് ഇതിലെ വിഷയം, ആരാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്, ആരാണ് ഇതിൽ അധ്യക്ഷം വഹിക്കുന്നത്, ആരാണ് ആശംസാ പ്രസംഗം നിർവഹിക്കുന്നത്, ആരാണ് നന്ദി പ്രഭാഷണം അവസാനം നന്ദി പ്രസംഗം നിർവഹിക്കുന്നത്. ഇത്ര കാര്യങ്ങൾ ഇപ്പൊ സദസ്സിന് ഏകദേശം രൂപം കിട്ടി. ഇന്ന ആളുകളാണ്, പുതിയ ഒന്നും അറിയാതെ വന്നിരുന്ന ഒരാൾക്ക് പോലും ഇതിലൊരു രൂപം കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞാൽ മതി, ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല, എനിക്ക് ശേഷം വരുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം, ഈ സ്വാഗത പ്രസംഗത്തിലേക്ക് കടന്നാൽ മതി. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ള മെഡിക്കൽ ക്യാമ്പിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാട്ടിൽ പകർച്ചവ്യാധി വ്യാപകമായതുകൊണ്ട് അതിനെ ഏത് രീതിയിലൊക്കെ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ സ്വാഗതം പറയുക ഈ പരിപാടിയിൽ എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. എനിക്ക് ശേഷം ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അപ്പം എന്തായി, ഇത് അറിയാം എന്നാലും പറയാത്തത് കൊണ്ടാണ് അടുത്ത ആളുകൾ ഇത് പറയും, അപ്പോൾ ആവർത്തനം വരണ്ട എന്നതുകൊണ്ട് സ്വാഗത പ്രസംഗൻ പറയാത്തതാണ് എന്നുള്ളൊരു ഇത് ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുകയാണ്. അതൊരു മുൻകൂർ ജാമ്യം കൂടിയാണ്. അപ്പം അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾക്ക് തന്നെ സ്വാഗതം പറഞ്ഞ്, പിന്നെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സസന്തോഷം ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിനും അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന അധ്യക്ഷൻ ക്ഷണിക്കുന്നത് കൂടിയിട്ടാണ് അധ്യക്ഷന്റെ ചുമതലയോടെ ആരംഭിക്കുന്നത്. അപ്പൊ അത് പറയാൻ മറക്കരുത്. അങ്ങനെയാണ് പ്രസംഗം അവസാനിപ്പിക്കേണ്ടത്. തുടക്കത്തിലൊരു നമസ്കാരമൊക്കെ പറഞ്ഞു തുടങ്ങി, ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് അവസാനം ഈ പരിപാടി നിയന്ത്രിക്കുന്നതിനും അല്ലെങ്കിൽ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നയാളെന്ന് പറഞ്ഞാൽ മതി. പിന്നെ പ്രസംഗത്തിനും വേണ്ടിയൊന്നും പറയേണ്ട കാര്യമില്ല. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ഒരുമ ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ ഹസ്സൻകുട്ടി ആറുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അത്രയും പറഞ്ഞാൽ സ്വാഗത പ്രസംഗമായി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എൻ്റെ പേരിലും ഈ സംഘടനയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു എന്നൊക്കെ ചിലർ പറയാറുണ്ട്. രേഖപ്പെടുത്തുക പറയുമ്പോൾ എഴുതുന്നതിനാണ് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത്, നമ്മൾ പറയുകയല്ലേ. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അങ്ങനെ പറഞ്ഞാൽ മതി. അതിപ്പോ അപ്പം നമ്മൾ ഇതിൽ ഉദ്ഘാടകൻ മന്ത്രിയാണ്, റവന്യൂ മന്ത്രി ശ്രീ അദ്ദേഹത്തെ അതിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അദ്ദേഹത്തെയാണ് ആദ്യം സ്വാഗതം ചെയ്യുന്നത്, പിന്നീട് അധ്യക്ഷനെ, പിന്നെ മുഖ്യ പ്രഭാഷകനെ, പിന്നെ ആശംസാ പ്രസംഗരെ, പിന്നെ നന്ദി പ്രസംഗരെ, പിന്നെ ഈ പരിപാടിക്ക് എത്തിയ പിന്നെ അതിൽ നമ്മൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുൻകൂർ ജാമ്യം അവിടെ എടുക്കാം. ഇനി ആരെങ്കിലും സ്വാഗതം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സസന്തോഷം ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരുമ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീ ഹസ്സൻകുട്ടി അവറുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു, ഉപസംഹരിക്കുന്നു. എന്തു പറഞ്ഞു നിർത്താം. അപ്പോ ഫസ്റ്റിലൊക്കെ ആകുമ്പോൾ വല്ലാത്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾ ഈ സംഘടനയുടെ ഇതിൽ വരണ്ടില്ലായിരുന്നു, സെക്രട്ടറി ആകേണ്ടിയിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അപ്പോഴത്തേക്ക് ഇങ്ങനെ അതിന്റെ 2 ദിവസം മുമ്പ് തന്നെ തുടങ്ങും നമ്മളിൽ വല്ലാത്ത പ്രശ്നങ്ങൾ. അത് ഓരോ പ്രവർത്തനം നമ്മളിൽ നടക്കുമ്പോഴും ഓരോ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതില് അഡ്രിനാലിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ ഈ ഒരു സങ്കോചവും ഒരു കൈകാല് വിറക്കലും ഇതില് സംസാരിക്കാൻ പറയുന്നത് പോലും കിട്ടുന്നത് പോലും പറയാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളൊന്ന് 1-2 പ്രാവശ്യം ബ്രീത്തിങ് ചെയ്യാം പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ. അപ്പൊ നമ്മളിലെന്താവും, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളഞ്ഞ് ഓക്സിജൻ കുറച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ പരിഹാരം കാണും. അങ്ങനെ 3-4 സ്റ്റേജുകൾ നിരന്തരം നമ്മൾ കയറുമ്പോൾ ആർക്കും പ്രസംഗിക്കാൻ പറ്റും. പ്രസംഗം എന്ന് പറയുന്നത് നമ്മളിലൊക്കെ ഹൈഡായി കിടക്കുന്ന ഒരു കഴിവാണ്, ഒരു സ്കില്ലാണ്. അത് നമ്മുടെ അറിവിനും കഴിവിനൊക്കെ അനുസരിച്ച് പിന്നീട് നമുക്ക് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പൊ സ്പീക്കേഴ്സ് ട്രെയിനിങ് അക്കാദമി അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓൺലൈനായിട്ടൊന്നും പ്രസംഗം പഠിച്ചത് കൊണ്ട് കാര്യമില്ല, ആളുകളുടെ മുഖത്ത് നോക്കി തന്നെ പ്രസംഗിച്ച് പഠിക്കണം. അതിനുള്ള അവസരം ഇവിടെയുണ്ട്. അതൊരു പ്രൊഫഷൻ രീതിയിലൊന്നല്ല, നമ്മുടെ ചെറിയൊരു സേവനം എന്നുള്ള നിലക്കാണ് അതൊക്കെ ചെയ്തു വരുന്നത്. നിങ്ങളെല്ലാവരെയും അതിന് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ,
ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. ഇപ്പോൾ മനസ്സിലായല്ലോ കാര്യങ്ങൾ. നമസ്കാരം. അങ്ങിങ്ങായി ഇരിക്കുന്ന ആളുകൾ ദയവായി സ്റ്റേജിൽ സദസ്സിൽ വന്നിരുന്നു കൊണ്ട് ഈ പരിപാടി ധന്യമാക്കണമെന്ന് അറിയിക്കുകയാണ്. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ള മെഡിക്കൽ ക്യാമ്പിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനു മുമ്പ് ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ജനോപകാരപ്രദമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വൻ വിജയമായിരുന്നു. നാട്ടിൽ പകർച്ചവ്യാധി പകർന്ന് വ്യാപകമായതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ജനങ്ങളിൽ ഒരു ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ശേഷം വരുന്ന ആളുകൾ അത് പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉദ്ഘാടകന് ആദ്യമായിട്ട് സ്വാഗതം പറയുക. ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നു. അധ്യക്ഷനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷകന് ഇന്നാളെ ഇത് നമ്മൾ ശ്രീയെന്നോ സാറെന്നോ ഒന്നൊക്കെ വിളിച്ച അവരെ ബഹുമാനത്തോടു കൂടി തന്നെ വേണം. അത് മാറിപ്പോകരുത്. സ്വാഗത പ്രസംഗത്തിനും നന്ദി ഒരു പ്രോഗ്രാം ചാർട്ട് ഇതിലുണ്ടാവും, ഇതിൽ പ്രസംഗപീഠത്തിൽ വെച്ചിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് പറയാം. സ്വാഗത പ്രസംഗവും നന്ദി പ്രസംഗത്തൊക്കെ നോക്കി പറയാനുള്ള അവസരമുണ്ട്. കാരണം ആളുകളുടെ ഡെസിഗ്നേഷൻ ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ഐഡൻറ്റിറ്റി മാറരുത്. പ്രസിഡന്റ് സെക്രട്ടറി ആകരുത്, അല്ലെങ്കിൽ മന്ത്രി MLA MP ഒന്നും ആകാതെ നമ്മൾ ശരിക്കും നോക്കിയിട്ട് നമുക്ക് പറയാം. സാവധാനത്തിൽ പറഞ്ഞാൽ മതി. ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ എടുക്കാം. പിന്നീട് നമ്മളൊന്ന് പ്രസംഗിച്ച് നമ്മളതിൽ ആ സ്കില്ല്, നമ്മൾ ആ വൈദഗ്ധ്യം പ്രകടമായി വരുമ്പോൾ നമുക്ക് ആ കഴിവ് സ്വാഭാവികമായിട്ട് നമ്മിൽ വന്നു ചേരും. അപ്പോൾ നമുക്ക് കൂടുതൽ വിപുലമായിട്ട് സ്വാഗത പ്രസംഗം ഒക്കെ നിർവഹിക്കാം. ഇത് ആദ്യമായിട്ട് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഉൾക്കൊണ്ട എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്പറുണ്ട്, അതിൽ നിങ്ങൾക്ക് വിളിക്കാം, ചോദിക്കാം. ഓക്കെ, വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി മുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.